ആദ്യമായി ഭൂമിയിൽ ജീവനുണ്ടായത് ജലത്തിലാണ് ഏകകോശ ജീവി ഉണ്ടായതെന്നാണ് നാം പഠിക്കുന്നത്. എല്ലാ സംസ്കാരവും ഉണ്ടാക്കി തന്നത് വെള്ളമാണ്, നദീതടങ്ങളാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുത്തി തന്നത്. ഒരുപാട് സംസ്കാരങ്ങളെ ഇല്ലാതാക്കിയത് വെള്ളം തന്നെയാണ്. വെള്ളം അധികം പോയാൽ വെള്ളപ്പൊക്കം, അധികം വന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, പ്രളയം ഉണ്ടാകും, അങ്ങനെ ആ നാട് നശിക്കും, അല്ലെങ്കിൽ ആ സംസ്കാരം ഇല്ലാതാകും. ഒട്ടും വെള്ളമില്ലാതെ വന്നാൽ വരൾച്ചയിലേക്ക് പോകും, ആ നാടില്ലാതാകും. സ്വന്തമായി രൂപമോ ഭാവമോ ഒന്നുമില്ലാത്തൊരു വസ്തു ശരീരത്തിൽ 70% മുതൽ 80% വരെ, ഭൂമിയിൽ 1/3 ഭാഗം കരയും ബാക്കി ജലം എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരവും അങ്ങനെ തന്നെയാണ്. എന്താണോ ഭൂമി അതുമായിട്ട് തന്നെയാണ് മനുഷ്യന്റെ ശരീരവും വന്നിരിക്കുന്നത്. ഭൂമിയുടെ ഭാഗമാണല്ലോ. ഭൂമിയിൽ നദികളും തോടുകളും ഉണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഞരമ്പുകളും സംവിധാനം, നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. വായു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ജലമാണ്. പക്ഷെ വായു ഉണ്ടാകണമെങ്കിലും ജീവനുള്ള വസ്തുക്കൾ ആവശ്യമുണ്ട്. അതും ജലവുമായി വളരെയധികം ബന്ധമുണ്ട്. ചന്ദ്രനിൽ പോകുമ്പോഴും ചൊവ്വയിൽ പോകുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് ജലമുണ്ടോ എന്നുള്ളതാണ്. ജലത്തിന് സംഹാരതാണ്ഡവമാടുമ്പോൾ സുനാമിയാകും, ശാന്തസ്വരൂപം വരുമ്പോൾ സൗന്ദര്യത്തിൻ്റെതാകും, പ്രകൃതിയുടേതാകും, മനോഹാരിതയാകും. വളരെ വ്യത്യസ്തമാണ്. ഞാൻ ജലത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇനിയൊരു യുദ്ധമുണ്ടാകുമെങ്കിൽ ജലത്തിന് വേണ്ടിയായിരിക്കും ഒരിക്കൽ വേൾഡ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു യുദ്ധം ജലത്തിന് വേണ്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ജലം ഒരു ഡൈനാമിക് സബ്ജക്റ്റ് ആയതുകൊണ്ട്, ഒരു വസ്തു ആയതുകൊണ്ട് അങ്ങനെ സ്വർണത്തിനെയൊക്കെ എടുക്കുന്ന പോലെ, പെട്രോൾ എടുക്കുന്ന പോലെ വെള്ളത്തിന് വേണ്ടി പറ്റില്ല. പക്ഷേ എങ്കിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവും ജലത്തിന്റെ പേരിൽ. ഇപ്പോൾ തന്നെ നമ്മൾ വളരെ സ്ട്രാറ്റജിക്കായി കാശ്മീരിന്റെ നമ്മളെ ആക്രമിച്ച പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ അവിടുത്തെ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ സൈന്യത്തിന്റെയൊക്കെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ മൗനാനുവാദത്തോടു കൂടി നമ്മളെ ആക്രമിച്ചപ്പോൾ, കാശ്മീരിലെ ആളുകളെ ആക്രമിച്ചപ്പോൾ തിരിച്ച് നമ്മൾ ചെയ്ത ഒരു തന്ത്രപരമായ കാരണം സിന്ധുവിന്റെ പോഷക നദികളുടെ ജലം തുറന്നുവിട്ടും അടച്ചും ഒക്കെ പല രൂപത്തിലൊക്കെയാണ്. അതിന്റെ മറ്റ് ന്യായാന്യായങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ സംഭവിച്ചു. ജലം അവിടെ ഒരു പ്രധാന കഥാപാത്രമായി. ആ കാര്യം മാത്രം നമ്മൾ എടുക്കുക. സൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയിലെ വെള്ളത്തെ സംബന്ധിച്ചും ഇങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. ധാരാളം കഥകൾ നമ്മൾ ഇതുപോലെ വെള്ളത്തിന്റെ സംസ്കാരത്തെ സംബന്ധിച്ചും യുദ്ധങ്ങളെ, സംഘർഷത്തെ സംബന്ധിച്ചും. നമ്മുടെ മുല്ലപ്പെരിയാർ 100 വർഷമായി, 100 വർഷത്തിൽ കൂടുതലായി നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു ഭീഷണിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ജലമെന്ന മേഖലയിൽ കടന്നു പോകുന്നത്. ജലം 2 കാര്യങ്ങളാണ് ലോകത്ത് സംഭവിക്കുന്നത്. ഒന്ന്, ജലത്തിനെ മലിനപ്പെടുത്തുന്നത്. ഇവിടെ സ്വാഗത പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കിള്ളിയാറിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നഗരത്തിലേക്ക് വരുമ്പോഴാണത് അശുദ്ധമാകുന്നതെന്നാണ്. അങ്ങനെയല്ല, ഗ്രാമത്തിലുള്ളവർ മോശക്കാരല്ല. കഴിയുന്നത്ര ആളുകൾ ആ നദിയെ മലിനമാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് 44 നദികളും കേരളത്തിൽ കിടക്കുന്നത്. ഗംഗയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഗംഗാ നമാമിയുടെ ശിവകുമാർ സാറിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. പക്ഷേ ഗംഗയും ഒക്കെ അങ്ങനെ തന്നെയാണ്. നദികളെ പൊല്യൂട്ട് ചെയ്യാനുള്ളതാണ്. എല്ലാ മാലിന്യങ്ങളും വലിച്ചെറിയാനുള്ള മാലിന്യവാഹിനികളായിട്ട് ഏറ്റവും സുരക്ഷിതമായി ഫാക്ടറിയിലെ വേസ്റ്റ് കളയാൻ പറ്റിയത് എവിടെ? അത് നദിയാണ്, തോടാണ്. ഏറ്റവും സുരക്ഷിതമായി മലമൂത്ര വിസർജനം നടത്താൻ കഴിയുന്നത് അതിന്റെ തീരത്തുള്ള 1.5 സെന്റുകാരനും 5 സെന്റുകാരനും 50 സെന്റുകാരനും 5 ഏക്കറുകാരനും എല്ലാവരും വലിയ കെട്ടിടം വയ്ക്കുന്നതും ചെറിയ കെട്ടിടം വയ്ക്കുന്നതും തന്റെ ലാൻഡിന്റെ കുഴലൊന്ന് പുഴയിലേക്ക് ഇട്ടിരുന്നാൽ സുരക്ഷിതമായി വേസ്റ്റ് പുഴയിലേക്ക് പൊക്കോളും, ആരും ചോദിക്കാനില്ല എന്ന് പറയുന്ന സ്ഥിതിയുണ്ട്. അതെല്ലാം പുഴകൾക്ക് ഇപ്പോൾ ബാധകമാണ് കേരളത്തിൽ. അപ്പോൾ ഒരു വശത്ത് മലിനം, അതിഗൗരവമരിതിൽ പുഴകൾ മലിനപ്പെടുന്നു, നദികൾ മലിനപ്പെടുന്നു, ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നു. കോളിഫോർ ബാക്ടീരിയ ഇല്ലാത്ത കിണർ വെള്ളമുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി പരിശോധിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നു. രണ്ടാമത്, കാലാവസ്ഥ വ്യതിയാനം കൂടെ വന്നപ്പോൾ വ്യാപകമായി ഇത് നദിയിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത അവസ്ഥ, വരൾച്ച വരുമ്പോൾ വെള്ളമില്ല, പിന്നെ പ്രളയത്തെ കാലത്ത് നല്ല വെള്ളപ്പൊക്കം. ഞാൻ കേരളത്തിലേക്ക് വരട്ടെ. ഞാൻ എൻ്റെ ആമുഖ സംഭാഷണം അല്ലെങ്കിൽ അധ്യക്ഷ സംഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കൃത്യമായി ചർച്ചയും ഇന്ററാക്ഷനും പിന്നെ 2 ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ അധ്യക്ഷൻ എന്നൊരു അലങ്കാരിക പദവി ഉള്ളതുകൊണ്ട് ആദ്യം സംസാരിക്കാൻ അവസരം തന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഞാൻ ജലത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു പ്രദേശം നിങ്ങളിൽ പെടുന്നതാണ് കേരളം. ചിറാപുഞ്ചി മൺസൺ ഡാമൊക്കെ ഉണ്ട്. പക്ഷേ ബ്രസീലിന്റെ ആമസോൺ കാടുകളൊക്കെ കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ പുഴകളുള്ള സ്ഥലം, നദികളുള്ള സ്ഥലം. ഇങ്ങനെ ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും സ്വന്തം നാട് ഇത്ര കൊണ്ട് മലിനമാക്കുകയും നശിപ്പിക്കുകയും ചെയ്തൊരു സമൂഹം വേറെയില്ല.
നമുക്ക് എങ്ങനെ ഇതൊക്കെ വീണ്ടെടുക്കാമെന്നുള്ളതാണ് ചർച്ച. 1 ഹെക്ടർ ഭൂമി വയലുണ്ടെങ്കിൽ, അല്ല 10 സെന്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം കിട്ടും, അല്ലെങ്കിൽ പിടിച്ചു നിർത്തും. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 കനകിലോമീറ്റർ പ്രദേശത്തെ മഴയെ ഉൾക്കൊള്ളും. അപ്പോൾ കാട് വെട്ടിയതിൻ്റെ കഥ, പശ്ചിമഘട്ട നശിപ്പിക്കും, ഒരുപാട് കഥകളുണ്ട് പറയാൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. ലാബിലിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജൻ ചേർത്താൽ വെള്ളമാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കെമിസ്ട്രിയുടെ തത്വശാസ്ത്രം അനുസരിച്ച്. പക്ഷെ അങ്ങനെ വെള്ളമാക്കി നാടിൻ്റെയോ നാട്ടുകാരുടെയോ ദാഹത്തിൽ അകറ്റാനാകില്ല. അത് പ്രകൃതിയുടെ തനതായ കാലക്രമത്തിൽ ഒരുപാട് വസ്തുക്കളുടെ ഒരുപാട് കാലത്തെ ജൈവ രാസ ഭൗതിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രകൃതി തന്നെ തരണം എന്നുള്ള സത്യം, ആ സാമൂഹ്യ ശാസ്ത്രം, ആ സാമൂഹ്യ തത്വം പഠിക്കേണ്ട കാലമായി. ആ ജലസാക്ഷരതയുടെ കാലത്തിലാണ് നാം താമസിക്കുന്നത്. നമ്മുടെ നദികളെ വീണ്ടെടുക്കുന്നതിൻ്റെ ഗംഗയുടെ അനുഭവവും കേരളത്തിൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വളരെ പ്രയാസമാണ് ഇത് ചെയ്തെടുക്കാൻ. ഒരുപാട് ക്യാമ്പയിനുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. എളുപ്പമല്ല. നമ്മൾ ക്യാമറ വെച്ചാൽ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും മാലിന്യം കൊണ്ടിടും. ഒരിക്കൽ ശുദ്ധീകരിച്ചാൽ വീണ്ടും അതിനകത്ത് മാലിന്യം വരും. കയ്യേറാൻ പറ്റുന്നവരെല്ലാം കയ്യേറിയിട്ടുണ്ട്. അതിൽ ജാതി, മതം, രാഷ്ട്രീയം, വർഗമൊന്നുമില്ല. ആർക്കെല്ലാം കയ്യേറാൻ പറ്റുമോ അവരെല്ലാം കയ്യേറിയിട്ടുണ്ട്. സമ്പന്നനും ദരിദ്രനും എല്ലാം കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ കയ്യേറ്റം, നശിപ്പിക്കൽ, മണലൂറ്റൽ, ഇങ്ങനെ നദികളുടെ കഥ, വെള്ളത്തിൻ്റെ കഥ വല്ലാത്തൊരു കഥയാണ്. തീർച്ചയായിട്ടും ജലമില്ലെങ്കിൽ ജീവനില്ല. ജീവിതവും എല്ലാ ജലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി ചർച്ചകൾ വരുമ്പോൾ ഉള്ള ചർച്ചകൾ ഇടപെട്ട് സംസാരിച്ചു കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയത്തിൻ്റെ സമയത്ത് ഇടപെട്ടുള്ള മാത്രം സൂചിപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയുന്നു. ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം, നമുക്ക് ജലമുള്ളിടത്തോളം കാലമേ ജീവനുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാകുകയും ലോകത്തിൽ ഏറ്റവും മഴ കിട്ടുന്ന ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത്, തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നഗരത്തിനകത്ത് എന്തുമാത്രം ടാങ്കർ ലോറി വെള്ളം കൊടുക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെങ്ങനെയാണ് മഴയെ കാണുന്നത്, മഴയെ കൈകാര്യം ചെയ്യുന്നത്. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പറഞ്ഞു. ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. 1000 ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള പുറത്തൊരാൾ വീട് വെച്ചാൽ 2004 ഒരു മഴവെള്ള സംഭരണം കൂടി പണിയണം, അല്ലെങ്കിൽ ഒരു മഴക്കുഴി കൂടി എടുക്കണം. എല്ലാവരും പറയും നിയമം ഉണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിക്കും. എടുക്കണമെന്ന് പറഞ്ഞു. 2004 ഇപ്പോൾ 20 വർഷമായി. പൂജപ്പുലയോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയൊക്കെ വീടുകളിലൊക്കെ നോക്കിക്കോളൂ. എത്രയോ വീടുകൾ വെച്ചു, എത്രയോ കോംപ്ലക്സുകൾ വെച്ചു. നമ്മളാരും അതൊന്നും വെച്ചിട്ടില്ല. അതിനെല്ലാം കോർപ്പറേഷനെ കൊണ്ട് കൈക്കൂലി കൊടുക്കും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ കൊണ്ട് കൈക്കൂലി കൊടുക്കും. നമുക്കിതൊന്നും ബാധകമല്ല. മഴയുടെ നാട്ടിൽ ജലക്ഷാമം ബാധകമല്ല, വരൾച്ച ബാധകമല്ല, പ്രളയം ബാധകമല്ല. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കഴിയില്ല എന്ന് തിരിച്ചറിയണം. നമുക്ക് നിയമം മാത്രം പറ്റില്ല. ജനങ്ങളെ എങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം? ബോധവൽക്കരണത്തിന് കുറവാണെന്നാണ് പറയുന്നത്. ബോധവൽക്കരണമാണ് പിന്നെ പറയുന്ന കാര്യം. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ബോധമുണ്ടല്ലോ. ഇതിന് മാത്രം എന്താ ബോധവൽക്കരണമില്ലാത്ത? പൊതു സ്വത്ത് സംരക്ഷിക്കണം, പൊതു ഇടങ്ങൾ സംരക്ഷിക്കണം, പൊതു ജലാശയങ്ങൾ സംരക്ഷിക്കണം, നമ്മുടെ ജീവന്റെ അംശമായ വെള്ളത്തെ സംരക്ഷിക്കണം. അതിനെന്താ നമുക്ക് ബോധമില്ലാത്തത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ലാസ്റ്റിൽ പറയട്ടെ, നിങ്ങളെല്ലാവരും, ഞാൻ നിങ്ങളൊക്കെ കല്യാണത്തിന് പോകുന്നവരാണ്. സ്വയം ഒരു ചോദ്യം ചോദിച്ചോണം. നമ്മൾ ഭക്ഷണത്തിന് മുമ്പേ എത്ര പേർ കൈ കഴുകും? ഇതൊന്ന് അന്വേഷിച്ചോണം. നാളെ മുതൽ രസമുള്ളൊരു പഠന വിഷയമാണ്. കല്യാണത്തിന് പോയാൽ ഭക്ഷണത്തിന് മുമ്പേ കൈ കഴുകുന്നവർ വളരെ കുറച്ചുകൂടി ഇവരെല്ലാം എണ്ണാവുള്ളൂ. ഞാനിത് പറഞ്ഞത് മലയാളിയുടെ ആയാലും മാനവന്റെ ആയാലും സ്വഭാവത്തെ സൂചിപ്പിക്കാൻ. കിട്ടുന്ന സാഹചര്യത്തിനനുസരിച്ച് കൈ കഴുകാത്തതുപോലെ, സാഹചര്യത്തിനനുസരിച്ച് കഴുകാത്തതുപോലെ പ്രകൃതിയെ, മണ്ണിനെ, വെള്ളത്തെ, പൊന്നിനെ എല്ലാം നശിപ്പിച്ചിട്ടും പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കാരിക്കുന്ന മാനവ സമൂഹമായി നമ്മൾ മാറരുത്. വലിയ വില കൊടുക്കേണ്ടി വരും.